ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കിച്ചണിൽ കയറിയതാണ്. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള കുക്കിങ്ങൊന്നുമില്ല, ഒരു ചെറിയ കുക്കിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു, കുറച്ച് ഉലുവ പൊട്ടിച്ചു. അതിനുശേഷം കുറച്ച് കൂടുതൽ ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി ക്രഷ് ചെയ്തത് ചേർത്തു. പിന്നെ കറിവേപ്പില. ഇപ്പോൾ രാവിലെ ചെയ്യുന്നത് ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ ചിക്കൻ കറിയിൽ കുറച്ച് കൂടുതൽ പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ചിക്കൻ പൊട്ടറ്റോ കറിയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ വേഗം വേഗം കുക്കിങ് ചെയ്യുകയാണ്. അപ്പോൾ അത് സവോള ഒരു 2-3 സവോള ഇട്ടു. അത് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് അടച്ചു വെച്ച് ഒന്ന് നന്നായിട്ട് വഴറ്റട്ടെ. അപ്പം ഒരു എന്താ പറയുക, കുറച്ച് ഡേയ്സ് കൂടിയിട്ടാണ് ഞാൻ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തൊക്കെ പോയി ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. അതിന് ശേഷം ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ രീതിയിലുള്ള സിമ്പിളായിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്ത് രാവിലെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ അത്യാവശ്യം വഴണ്ടു. അതിനുശേഷം ഒരു ടൊമാറ്റോ, ഞാൻ ഒരു ടൊമാറ്റോ തന്നെ ചേർക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറി കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ട്. ചിക്കനും അതുപോലെ തന്നെ അത്രയും ക്വാണ്ടിറ്റിയിൽ തന്നെ പൊട്ടാറ്റോയും ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കറിയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കുറച്ചുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ അപ്പുറത്ത് നമുക്ക് ചായക്കുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ ചായക്കുള്ള പാലും ഒക്കെ വെച്ചു. അതിലേക്ക് കുറച്ച് ഏലക്ക പൊട്ടിച്ചിട്ടു. പിന്നെ പൊടികളായിട്ട് ഞാൻ നോർമലി ചേർക്കുന്ന പൊടികളൊക്കെ തന്നെ ചില്ലി പൗഡർ, അതുപോലെ തന്നെ പെരുംജീരകപ്പൊടി, ഗരം മസാല പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ പൊടികളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴട്ടുകയാണ്. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഓരോരോ ഐറ്റംസ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ചിക്കൻ്റെ ക്വാണ്ടിറ്റി കുറച്ചേ ചേർക്കുന്നുള്ളൂ. കാര്യം എന്താ വെച്ചാൽ ചിക്കനേക്കാളും കൂടുതൽ ഞാൻ പൊട്ടറ്റോ ആണ് ഇടുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചിക്കൻ കറിയിൽ പൊട്ടറ്റോ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കറി ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ചിക്കൻ എടുത്ത് കഴിക്കുന്നതിലും കൂടുതൽ ഇതിലത്തെ പൊട്ടറ്റോസ് കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇക്കയ്ക്ക് പൊട്ടറ്റോ കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കനും കൂടെ കുറച്ച് ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ പൊട്ടറ്റോ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് കുക്ക് ചെയ്യുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വീക്കെൻഡ് അല്ല, വീക്ക് ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫീസിലൊക്കെ ഇതൊക്കെ പോകാനുള്ള ടൈമായി വരുന്നു. പിന്നെ ഈ ഒരു കറിയുടെ കൂടെ നമ്മൾ കഴിക്കാനായിട്ട് നല്ല ചൂട് ഇടിയപ്പമാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് ചായയും റെഡിയാവുന്നുണ്ട്. കറിയൊക്കെ കുറച്ച് ഗ്രേവി കൂടുതലായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് വറ്റിച്ച് എടുക്കുകയാണ്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതിലത്തെ പൊട്ടറ്റോസൊക്കെ എടുത്ത് കഴിക്കാൻ ഒരു ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് മട്ടൻ കറിയുടെ കൂടെയും അതുപോലെ തന്നെ ബീഫ് കറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് ഈ പൊട്ടറ്റോ ഇങ്ങനെ ഇടാം. അത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു എന്താ പറയുക, നോൺ വെജിൻ്റെ ആ ഒരു ഫ്ലേവറും കറിയിലെ ആ എരിവ് ടേസ്റ്റ് എല്ലാം കൂടെ ആ പൊട്ടറ്റോയിൽ നന്നായിട്ട് കയറി പിടിക്കും. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിതാ ടേബിളിലേക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്തു വെച്ചു. അപ്പോൾ പൊട്ടറ്റോയും ചിക്കനും അതുപോലെ തന്നെ ഇടിയപ്പവും പിന്നെ നമ്മുടെ ചായ എല്ലാം ഓരോന്നോരോന്നായിട്ട് വെച്ച് തുടങ്ങുകയാണ്. കുറച്ച് തിരക്ക് പിടിച്ചിട്ടുള്ള, കാരണം രാവിലെ തന്നെ ചിക്കൻ കറി വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വളരെ ധൃതിയും കൂടെ ആണെങ്കിൽ നമുക്ക് വളരെ ധൃതിയിൽ തന്നെ ചെയ്യേണ്ട സംഭവമാണ്. അപ്പോൾ എല്ലാം എന്തായാലും ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇക്കാക്ക് കഴിക്കാനുള്ളതും മക്കൾക്കുള്ളതും എല്ലാം റെഡിയാക്കി വിളമ്പി കൊടുക്കുക. അതിന് ശേഷം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇത് ഇക്കാക്ക് വേണ്ടിയിട്ട് ഞാൻ കഴിക്കാൻ വേണ്ടി ഒരു കപ്പ് ചായയും അതുപോലെ തന്നെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് വെച്ചതാണ്. അതിനുശേഷം എനിക്ക് കഴിക്കാനുള്ള ഫുഡ് ഞാൻ പ്ലേറ്റിലേക്ക് വിളമ്പുകയാണ്. അപ്പം ഞാൻ കഴിക്കാനായിട്ട് എടുക്കുന്നത് ഒരു 2 വെള്ളയപ്പവും അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ പൊട്ടറ്റോ ഞാൻ എടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനത്തെയൊക്കെ കറി വെക്കുമ്പോഴത്തേനും ആ ചിക്കൻ കറീനേക്കാളും കൂടുതൽ ആ പൊട്ടറ്റോ ഉടച്ച് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു പൊട്ടറ്റോ ചിക്കൻ കറി, ഈ ഒരു പൊട്ടറ്റോ ഇട്ടിട്ടുള്ള കറി ഇതിൻ്റെ കൂടെ ചപ്പാത്തി കഴിക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ പൂരി,
വെള്ളയപ്പം എല്ലാം ദോശയ്ക്കൊക്കെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ കറി കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഡിന്നറിനും കൂടെയൊക്കെ പ്രതീക്ഷിച്ചാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. പിന്നെ ഉച്ചയ്ക്കും എല്ലാം ഇങ്ങനെ ഒരു കറി വെക്കുകയാണെങ്കിൽ ചോറിന് വരെ വളരെ ടേസ്റ്റാണ്. ചോറിന് വരെ ഈ ഒരു പൊട്ടറ്റോ ഉടച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എനിക്കിത് ചോറിനും ഈ ഒരു കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ ഒരു ഗ്ലാസ് ചൂട് ചായ, പിന്നെ ഇതാ 2 ഇടിയപ്പവും. ഇത് കണ്ണുങ്ങൾ കണ്ടല്ലോ. അപ്പോൾ പൊട്ടറ്റോ ആണ് ഞാൻ കൂടുതൽ എടുത്തിരിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ് ഇതിൽ. നമുക്ക് സത്യം പറഞ്ഞാൽ ഇറച്ചി ചിക്കൻ വേണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള കറിയിൽ നിന്ന് പൊട്ടറ്റോ എടുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ആസ്വദിച്ച് കഴിക്കാൻ പോവാണ്. എല്ലാം നല്ല ഫ്രഷ്ലി പ്രിപ്പേർഡ് ആയിട്ടുള്ള ചൂട് ഐറ്റംസ്, നല്ല ചൂട് 1 കപ്പ് ചായ, നല്ല ഏലക്ക ആക്കിയിട്ടിട്ടുള്ള, ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ടീ അല്ല. ഞാൻ ഈയിടെയായിട്ട് എന്താ പറയുക, കടുപ്പം എനിക്കല്ലേലും ഒരുപാട് ചായക്ക് ഒരുപാട് മധുരം, ഒരുപാട് കടുപ്പം, സ്ട്രോങ് അതൊന്നും ഇഷ്ടമല്ല. മധുരവും ആവശ്യത്തിന് മതി, കടുപ്പവും ആവശ്യത്തിന് മതി. പിന്നെ ഏലക്ക കുറച്ച് നാളായിട്ടുള്ള ശീലമാണ്. ഏലക്ക ഒരെണ്ണം പൊട്ടിച്ചിടും. അത് ആ ഒരു ഏലക്കയുടെ ഫ്ലേവറോട് കൂടിയിട്ട് ചായ കുടിക്കാനാണ് ഇപ്പോൾ ചായയോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള സ്പൈസി ഉണ്ട് കേട്ടോ. ഞാൻ പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉപ്പും കാര്യങ്ങളും എരിവും ഒക്കെ പെട്ടെന്ന് കയറി പിടിക്കുന്ന ഒരു ഐറ്റം ആണല്ലോ. അതുകൊണ്ട് തന്നെ പൊട്ടറ്റോ ചേർത്തത് കൊണ്ട് തന്നെ ഞാൻ എരിവ് കുറച്ച് കൂടുതലിട്ടും ഉപ്പും കുറച്ച് കൂടുതലിട്ടും. എന്ന് വെച്ചാൽ പൊട്ടറ്റോ കറികൾക്ക് ഉപ്പ് നമ്മൾ കുറച്ച് മുന്നിലിടണം. കാരണം പൊട്ടറ്റോ എന്ന് പറയുന്നത് ഉപ്പ് നന്നായിട്ട് വലിച്ചെടുക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എരിവ് കൂടുതൽ ചേർത്തെന്ന് പറയാൻ കാരണം, നമ്മൾ ഏറ്റവും ആദ്യം ആ ഒരു ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തല്ലോ, അതിൻ്റെ കൂടെ ഞാനൊരു 8-10 ഗ്രീൻ ചില്ലി ക്രഷ് ചെയ്തു. അപ്പോൾ അത് നന്നായിട്ട് വെളിച്ചെണ്ണയ്ക്കകത്തൊക്കെ വഴറ്റിയതിന് ശേഷമാണ് വെച്ചത്. പിന്നെ അതിന് ശേഷം നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിലും എന്താ പറയുക, പൊട്ടറ്റോ ഒക്കെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുത്തത് കൊണ്ട് അതും കുറച്ച് കൂടുതൽ. അപ്പം വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ സ്പൈസി ആയിട്ടുള്ള ഒരു എന്താ പറയുക, ചിക്കൻ പൊട്ടറ്റോ കറിയാണ്. അപ്പോൾ അതാ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ആപ്പിൾ കഴിക്കാനെടുത്തു. അപ്പോൾ ഒരു റെഡ് കളർ ആപ്പിളും ഒരു ഗ്രീൻ കളർ ആപ്പിളും ആണ് ഞാൻ എടുത്തത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രീൻ ആപ്പിൾ ഉണ്ടല്ലോ, എന്താ പറയുക, ചില്ലി പൗഡറും ഉപ്പും വെളിച്ചെണ്ണയിലൊക്കെ ചാലിച്ച് കഴിക്കുന്ന ഒരു വീഡിയോ കണ്ട് അപ്പം മുതൽ എനിക്ക് ഗ്രീൻ ആപ്പിൾ കഴിക്കാൻ തോന്നി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഗ്രീൻ ആപ്പിൾ കഴിഞ്ഞ ദിവസം കുറച്ച് വാങ്ങിച്ചത്. അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെയല്ല കഴിക്കുന്നത്. ഇപ്പം ഞാൻ ഡയറക്റ്റ് ഇങ്ങനെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഗ്രീൻ ആപ്പിളും അതുപോലെ തന്നെ റെഡ് ആപ്പിൾ 2 ആപ്പിൾ കട്ട് ചെയ്ത് അത് കുറച്ച് കഴിച്ചു. അതിനുശേഷം നമ്മുടെ ലഞ്ച് ടൈം ആയപ്പോഴത്തേനും ഇന്നത്തെ ലഞ്ചിന് കാര്യമായിട്ടുള്ള കുക്കിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ കുറച്ച് ചോറ് വെച്ചു, പപ്പടം പൊരിച്ചു, പിന്നെ രാവിലത്തെ ചിക്കൻ പൊട്ടറ്റോ കറി, പിന്നെ തക്കാളി സ്റ്റൂവ്. അപ്പോൾ അതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. ചോറ് നല്ല ചൂട് ചോറാണ്. പിന്നെ കറി രാവിലെ വെച്ചതാണ്, അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി. അപ്പോൾ അതും നല്ല ചൂടുണ്ട്. പിന്നെ ഫ്രഷായിട്ട് പ്രിപ്പയർ ചെയ്തതാണ് തക്കാളി സ്റ്റൂവ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ തക്കാളി കറി ഉണ്ടല്ലോ, ഈ തക്കാളി സ്റ്റൂ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യാറുള്ള ഒരു കറിയാണ്. പിന്നെ അതിൻ്റെ കൂടെ തക്കാളി സ്റ്റൂ ഉണ്ടെങ്കിൽ പപ്പടം മസ്റ്റാണ്. അങ്ങനെ പപ്പടവും പൊരിച്ചു, എല്ലാം കൂടെ ചേർത്തിട്ട് ആ ചോറിലേക്കുണ്ടല്ലോ പൊട്ടറ്റോ ഉണ്ടല്ലോ, ആ ചിക്കൻ കറിയിൽ കിടന്ന് വെന്ത ആ ഒരു പൊട്ടറ്റോ ഉണ്ടല്ലോ, ആ പൊട്ടറ്റോ ഉടച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ചിക്കൻ കറിയിലെ ചിക്കന് വലിയ റോളൊന്നും ഇല്ലായിരുന്നു. ഇന്ന് കംപ്ലീറ്റ് റോളെന്ന് പറയുന്നത് പൊട്ടറ്റോയ്ക്കായിരുന്നു. രാവിലത്തെ ഇടിയപ്പത്തിനാണെങ്കിലും ഉച്ചക്കത്തെ ചോറിനാണെങ്കിലും എനിക്ക് തോന്നുന്നത് രാത്രി ഡിന്നറിനും ഈ കറി എടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നന്നായിട്ട് പൊട്ടറ്റോ കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. നന്നായിട്ട് ചിക്കൻ വലിയ ചിലവൊന്നും ഇല്ലായിരുന്നു. പൊട്ടറ്റോയായിരുന്നു ഇന്ന് എന്താ പറയുക നന്നായിട്ട് നമ്മൾ കഴിച്ചത്. അത്ര ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പൊട്ടറ്റോ ഇട്ട് വെക്കാതെ ഇങ്ങനെ പൊട്ടറ്റോ ഇടാതെ ഇങ്ങനെ ചിക്കൻ കറി ഇറച്ചിക്കറി മാത്രം വെക്കുന്നവർ കുറച്ച് പൊട്ടറ്റോ ഒക്കെ ഇട്ടൊന്ന് കഴിച്ച് നോക്കണേ, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് വളരെ ടേസ്റ്റായിട്ട് അടിപൊളിയായിട്ടുള്ള ബട്ടർ ഫ്ലേവേർഡ് ആയിട്ടുള്ള കുക്കീസായിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റായിരുന്നു. അപ്പോൾ നമ്മുടെ ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് നമ്മുടെ ഗിഫ്റ്റ് ഹാമ്പറിലുണ്ടായിരുന്ന
കുക്കീസായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ അതാ നമ്മൾ കുറച്ച് ചില്ലി ചില്ലി കാഷ്യൂനട്ട്, ചില്ലി റോസ്റ്റഡ് കാഷ്യൂനട്ട് ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അതൊക്കെ കഴിച്ചു. എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്തെങ്കിലും ഒന്ന് മധുരമോ എന്തെങ്കിലും കഴിക്കാൻ തോന്നി, എന്തെങ്കിലും കുറിക്കാൻ തോന്നി. അപ്പം മധുരം എന്ന് പറയാനില്ല, ബട്ടർ കുക്കീസ് എന്ന് പറയുന്നത് മൈൽഡ് സ്വീറ്റാണ്, ഭയങ്കര രസമാണ് അത് കുഴിക്കാൻ. പിന്നെ കുറച്ച് കാഷ്യൂനട്ടും കഴിച്ചു. വൈകുന്നേരം ആയപ്പോഴത്തേനും എന്തോ ഒരു ഗ്രീൻ ടീ കുടിക്കാൻ തോന്നി. അപ്പോൾ ഗ്രീൻ ടീയും നല്ല തണുപ്പാണ്, അതുകൊണ്ട് വൈകുന്നേരം ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ചായയൊക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഭയങ്കര തണുപ്പാണ്, ഈവനിങ്ങോട് കൂടി തണുപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും, രാത്രി വെളുപ്പിനെയൊക്കെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഇതാ ഒരു ഗ്രീൻ ടീ ഇട്ടു. ആ ഗ്രീൻ ടീ ഇടുന്ന സമയത്ത് തന്നെ കുറച്ച് ഫ്രഷായിട്ട് മയണൈസ് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഹോം മെയ്ഡ് മയണൈസ് അടിച്ചു. അതിൻ്റെ കൂടെ തന്നെ മയണൈസ് അടിച്ചതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഒരു 3-4 വറ്റൽമുളകും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ആ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കും. അപ്പോൾ നമ്മുടെ ചില്ലി മയണൈസ് എന്ന് പറയും, അത് ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ നോർമലി ആ വൈറ്റ് മയണൈസിനെക്കാളും ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ ചില്ലി മയണൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ടേബിളിലേക്ക് ഇതാ ചായയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. ഇത് ഹോം മെയ്ഡ് നഗറ്റ്സ് അല്ല, ഇത് റെഡിമെയ്ഡ് നഗറ്റ്സ് ആണ് കേട്ടോ. ഞാൻ ഹോം മെയ്ഡ് നഗറ്റ്സ് ഉണ്ടാക്കാറുണ്ട്, എനിക്ക് ഇന്ന് ഉണ്ടാക്കാനായിട്ടൊന്നും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ ഒരു പ്ലേറ്റിൽ കുറച്ച് നഗറ്റ്സ് എടുത്തു. നഗറ്റ്സ് ഉണ്ടെങ്കിൽ എനിക്ക് നിർബന്ധമാണ് മയണൈസ് എന്ന് പറയുന്നത്. മക്കൾക്ക് വലിയ താല്പര്യമില്ല, എനിക്കും ഇക്കാക്കും ഈ ഹോം മെയ്ഡ് മയണൈസ്, ഈ നഗറ്റ്സ് ഉണ്ടെങ്കിൽ ഹോം മെയ്ഡ് മയണൈസ് ഞങ്ങൾ കുറച്ച് അടിച്ചെടുക്കാറുണ്ട്. പിന്നെ അതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ ടീ, മിൻറ്റ് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഗ്രീൻ ടീ ആണ്. അപ്പോൾ ഇതാ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഇത് എനിക്ക് ഈ ഫോണിൽ കൂടെ ആകുമ്പോൾ വലിയ കളറ് കാണാൻ തോന്നാത്തതാണ്. അത്യാവശ്യം ചില്ലി ഫ്ലേക്സ് ഒക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം ചില്ലി ഫ്ലേക്സ്. ഞാൻ വറ്റൽമുളക് ഒരു 3-4 എണ്ണം ടൊമാറ്റോ കെച്ചപ്പ് നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ലൈറ്റ് ഓറഞ്ച് കളറാണ്, പക്ഷേ ഇപ്പോൾ വീഡിയോയിൽ ഞാൻ നോക്കിയിട്ട് ഒരു വൈറ്റ് കളർ തന്നെ ആയിട്ടിരിക്കുകയാണ്. ചില്ലി ഫ്ലേക്സും അത്യാവശ്യം നന്നായിട്ട് കടിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നു. അതാ നഗറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ ചില്ലി മയണൈസും നല്ല ചൂട് ചായയും, വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഈവനിങ് ടീ ആൻഡ് സ്നാക്കായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഡേയ്സായിട്ട് പുറത്തും കാര്യങ്ങൾ കഴിക്കലും കുടിക്കലും എല്ലാം പുറത്ത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് കംപ്ലീറ്റ്ലി വീട്ടിൽ തന്നെ, ഇനിയിപ്പോൾ ഉള്ള കുറച്ച് ഡേയ്സ് വീട്ടിൽ തന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ കൂടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു പേഴ്സിമം ഫ്രൂട്ട് എടുത്ത് അത് കട്ട് ചെയ്ത് കഴിച്ചു. പിന്നെ ഇതെന്ന് പറയുന്നത് സ്ട്രോബെറിയാണ്. അപ്പോൾ സ്ട്രോബെറിയും നമ്മൾ കഴിച്ചു. സ്ട്രോബെറി നല്ല ക്ലീനാക്കി അതിലത്തെ ആ ഒരു ലീഫും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് കഴിക്കുകയാണ്. ചെറിയ സ്വീറ്റും അതുപോലെ തന്നെ പുളിപ്പൊക്കെയുള്ള നല്ലൊരു സ്ട്രോബെറി ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, രാത്രി ആയപ്പോഴും ചിക്കൻ പൊട്ടറ്റോ കറി തന്നെ. കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു, അത്രയ്ക്ക് രുചിയായിരുന്നു. അപ്പോൾ ഇന്ന് 3 നേരം ചിക്കൻ പൊട്ടറ്റോ കറി ആയിരുന്നേ. അപ്പോൾ ഇതിലത്തെ ചിക്കനും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. ഞാൻ ആ ചിക്കനും കാര്യങ്ങളൊന്നും അധികം കഴിച്ചൊന്നുമില്ല, കാരണം പൊട്ടറ്റോയും ആ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ ഉള്ളത് തന്നെ ധാരാളം. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ദോശ, നല്ല ചൂട് തട്ടുദോശയും അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ പൊട്ടറ്റോ കറിയുമായിരുന്നു രാത്രിത്തെ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോംലി മീൽസ് എന്ന് പറയുന്നത്. അപ്പോൾ 3 നേരവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 നേരവും നമ്മൾ ആ കറി വെച്ചിട്ടാണ് ഒപ്പിച്ചത്. ഇക്കാക്കും ഇത് ഓക്കെ ആയിരുന്നു, കുഞ്ഞുങ്ങളും സാറയ്ക്കും ഇതിഷ്ടമാണ്. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ടേസ്റ്റി ഡിഷസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേയും അതുപോലെ തന്നെ കൊച്ചു കുക്കിംഗ് വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു.